ഒരുപാട് ഫാമിലിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പഠിക്ക് കുട്ടികളെ കളിക്കരുത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ കളിക്കരുത് എന്നുള്ളതല്ല, കളിച്ചാൽ കൂടി നിങ്ങൾക്ക് വലിയൊരു ഭാവി മുന്നിൽ ഉണ്ടാവും എന്ന് തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ലീഗ്. ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള സൂപ്പർ ലീഗിനെ കുറിച്ചാണ്. ISL-നെ വെല്ലും ഫുട്ബോൾ ലീഗ് എന്ന ഖ്യാതിയോടെയാണ് കേരള സൂപ്പർ ലീഗ് ഇപ്പോ ആരംഭിക്കാനിരിക്കുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ലീഗ് തുടങ്ങിയതിനു ശേഷം സംസാരിക്കാം. എന്തായാലും കേരള സൂപ്പർ ലീഗ് എൻഡോസ് ചെയ്തിരിക്കുന്നത് കേരള ഗവൺമെന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. കേരള ഫുട്ബോൾ ഫെഡറേഷനും സ്കോർ ലൈൻ തുടങ്ങിയ ഫുട്ബോൾ അക്കാദമി രണ്ടുപേരും കൂടി സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി ഈ ഒരു കേരള സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ 6 ടീമുകളാണ് കേരള സൂപ്പർ ലീഗിൽ ഉള്ളത്. തിരുവനന്തപുരം ഉണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചിൻ ടീമുകളുണ്ട്, മലപ്പുറം ഉണ്ട്, തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. 6 ടീമുകൾ കൂടി 3 സ്റ്റേഡിയങ്ങളാണ് ഇപ്പൊ അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തിനും കൊച്ചിക്കും കൂടെ ജവഹർലാൽ നെഹ്റു കൊച്ചി സ്റ്റേഡിയം കൊടുക്കുമെന്നുള്ളത്, അതുപോലെ തന്നെ തൃശ്ശൂരും മലപ്പുറത്തിനും മലപ്പുറം മഞ്ചേരി സ്റ്റേഡിയം അനുവദിക്കുമെന്നുള്ളത്, അതോടൊപ്പം തന്നെ കോഴിക്കോടിനും കണ്ണൂരിനും കൂടി കാലിക്കറ്റിലെ EMS സ്റ്റേഡിയം കൊടുക്കുമെന്നുള്ളതൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഹോം ആൻഡ് അവേ അടിസ്ഥാനത്തിലായിരിക്കും മത്സരം. ഇതിന്റെ മത്സര ക്രമങ്ങളും പരിപാടികളൊന്നും ഇപ്പൊ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷെ എന്തായാലും സെലക്ഷൻ ട്രയല് എല്ലാ ജില്ലകളിലും അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ലീഗിലേക്ക് വരുമ്പോ ഒരുപാട് താരങ്ങള് ഇതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ കക്ക, ഇബ്രാഹിമോവിച്ച്, കഫു തുടങ്ങിയ താരങ്ങളൊക്കെ വലിയ വലിയ ഫുട്ബോൾ താരങ്ങള് കേരള സൂപ്പർ ലീഗിലേക്ക് എത്തും എന്നുള്ളതൊക്കെയാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഒരുപാട് ബിസിനസ് സാമ്രാട്ടുകളുടെ ഹരം കൂടിയായിട്ട് കേരള സൂപ്പർ ലീഗ് മാറിയിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഫോഴ്സ കൊച്ചിനെ പൃഥ്വിരാജും സുപ്രിയ മേനോനൊക്കെ ഏറ്റെടുത്തു എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരുപാട് ബിസിനസ് സാമ്രാട്ടുകളുടെ സാമ്രാജ്യമായിട്ട് കേരള സൂപ്പർ ലീഗ് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഗുണം എവിടെയാണ്? ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ഫുട്ബോൾ കുട്ടികൾക്കുമാണ്. ഈ വലിയൊരു അവസരം തുറന്നു കിട്ടുകയാണ്. അപ്പോൾ തുറന്നു കിട്ടുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങള് ഫുട്ബോളിൽ വരും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടുകളിലൊക്കെ വെറുതെ ഒരു പാടത്ത് കൂടെ വെറുതെ ഒരു ഗ്രൗണ്ടിലോ പോയി കഴിഞ്ഞാൽ ഒരുപാട് മെസ്സിയും ക്രിസ്ത്യാനോയോ നെയ്മറിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തില്ല, നമുക്ക് മികച്ച ഗ്രൗണ്ടുകളില്ല, കളിക്കാൻ നല്ല ടൂർണമെന്റുകളില്ല. നല്ല ഉള്ള തന്നെ 7s ടൂർണമെന്റുകളാണ്. അപ്പൊ 11s ടൂർണമെന്റിലൊക്കെ കളിച്ച് കഴിവ് തെളിയിക്കാൻ മാത്രം ടൂർണമെന്റുകളൊന്നും നമുക്കില്ല. അപ്പൊ അവിടെയാണ് കേരള സൂപ്പർ ലീഗിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് താരങ്ങൾക്ക് കൂടി ഒരു അവസരമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തില് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പഠിക്ക് കുട്ടികളെ കളിക്കരുത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ കളിക്കരുത് എന്നുള്ളതല്ല, കളിച്ചാൽ കൂടി നിങ്ങൾക്ക് വലിയൊരു ഭാവി മുന്നിൽ ഉണ്ടാവും എന്ന് തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ലീഗ് കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. ഇപ്പൊ ഓരോ കുട്ടികളും ഇത് മുതലാക്കണം. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് പഠിച്ചവരല്ല, സമ്പന്നരിൽ മുന്നിൽ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, ലയണൽ മെസ്സി, നെയ്മർ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ഈ മുൻഗണനാ പട്ടികയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇതൊക്കെ ഒരുപാട് താരങ്ങൾക്ക് കൂടി വലിയൊരു അവസരമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ഈ അവസരത്തെ മുതലാക്കേണ്ടതുണ്ട്. അപ്പോ വലിയൊരു അവസരമാണ് കേരള ഫുട്ബോളിനെ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഈ അവസരം നമുക്ക് മുതലാക്കേണ്ടതുണ്ട്. ഇനി ഓരോ ടീമിലും 4 വിദേശ താരങ്ങളാണ്. ബാക്കിയുള്ള 6 താരങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനും കൂടി ഈ ലീഗിലുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് മലയാളി കുട്ടികൾക്ക് ഇത് ഗുണമാവും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഹോട്ട്സ്റ്റാറും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സും ആണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോ എന്തായാലും ആ ഒരു മൂല്യം എന്തായാലും ഈ ലീഗിനും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെയധികം വളക്കൂറുള്ള ഒരു മണ്ണാണ് നമ്മുടെ കേരള മണ്ണ്. ഇത് എല്ലാ താരങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർക്ക് കൂടി സന്തോഷമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.